വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ. യോഹന്നാൻ 5:19 മുതൽ. ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനോ കൊണ്ട് തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നത് ഒക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും ദാനിച്ചിരിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആകയാൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നത് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. 1995 നൈജീരിയക്കാരനായ ബർന്നവാസ് എന്നു പേരുള്ള ഒരു ഭക്തന് യേശുക്രിസ്തുവും പരിശുദ്ധ മറിയാവും വെളിപ്പെടുത്തി കൊടുത്ത തിരുരക്ത ജപമാലയും അനുബന്ധ പ്രാർത്ഥനകളും അതിശക്തമായ ആത്മീയ ആയുധങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അനുപേക്ഷണീയമായ ഒരു ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം വെളിയിൽ വന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ചില പ്രാർത്ഥനകൾ ഇപ്പോൾ ചൊല്ലുകയാണ്. അജഗണങ്ങളുടെ സംരക്ഷണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. ഓൾ സെയിൻസ് എക്യുമെനിക്കൽ ഫെലോഷിപ്പ് സെൻ്റർ എന്ന് പേരറിയപ്പെടുന്ന ഈ സങ്കേത ഭവനത്തിൽ എല്ലാവരും യേശുവിൽ ഒന്നാകുവാനുള്ള പ്രാർത്ഥന തുടരുന്നു. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റിയല്ല. യേശുവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ കല്യാണത്തിന് പോകേണ്ടവരെല്ലാം ഒന്നിച്ചു കൂടുവാൻ, അവരെ വിശുദ്ധിയെ തികയ്ക്കുവാൻ, അവരുടെ മുറിവുകളും ചതവുകളെല്ലാം ഉണങ്ങുവാൻ ഈ പ്രാർത്ഥന ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റിയല്ല. നിത്യപിതാവേ, ഞങ്ങളുടെ ഗുരുവും നാഥനുമായ അങ്ങയുടെ പുത്രൻ്റെ കാൽപാദങ്ങളിലെ മുറിവുകളെയും വേദനകളെയും അവിടുന്ന് ഒഴുകിയ വിലയേറിയ തിരുരക്തത്തെയും ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഈ ഭയാനകമായ വനത്തിൽ അലഞ്ഞു തിരിയുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്ക് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും അവർക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ. അങ്ങനെ അവർ എൻ്റെ നാഥനും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ ആണിയാൽ ചേർത്ത് നിർത്തപ്പെട്ടതുപോലെ ഒന്നായി തീരുകയും ഐക്യപ്പെടുകയും ചെയ്യണമേ. ആമീൻ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, എന്നേക്കും ഭരണം നടത്തണമേ. ആമീൻ. ഈശോമിശിഹായുടെ തിരുവിലാവിൽ അഭയം ലഭിക്കുന്നതിനുള്ളതായ ഒരു പ്രാർത്ഥന ഇവിടെ ചൊല്ലുന്നു. ഓ സ്നേഹപിതാവേ, പഴയ കാലത്തെ ഇസ്രായേൽക്കാരെ ശൈത്യവും ഉഷ്ണവുമുള്ള മരുഭൂമിയുടെ വരൾച്ചയിൽ പരിശുദ്ധമായ തൻ്റെ ചെറുകൾക്കുള്ളിൽ സംരക്ഷിച്ച അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന അങ്ങയുടെ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി എൻ്റെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പരിശുദ്ധ മരണത്തെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. തിരുരക്തവും ജലവും ഞങ്ങളെ കഴുകുകയും ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ സകല മനുഷ്യർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അങ്ങയുടെ പുത്രൻ്റെ തിരുവിലാവിൽ ഞങ്ങൾ അഭയം കണ്ടെത്തട്ടെ. ആമീൻ. ഈശോമിശിഹായുടെ തിരുവിലാവേ, ഞങ്ങളുടെ അഭയ സങ്കേതമായിരിക്കണമേ. ആമീൻ. ഇന്ന് വായിച്ചതായ തിരുവചനത്തിലേക്ക് ശ്രദ്ധ ചെയ്തിരിക്കുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്തവരാണെങ്കിൽ ഈ രക്തം നമ്മുടെ ഉള്ളിലുണ്ടപ്പോഴേ ആ ശരീരവും നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് തിരിച്ചറിഞ്ഞ് കർത്താവിന് ലഭിച്ചതായ ഉയർപ്പിൻ്റെയും വിജയത്തിൻ്റെയും അനുഭവം നമ്മുടേതാകുവാൻ കർത്താവിൻ്റെ അതേ മനോഭാവം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നമുക്ക് വേണമെന്ന് ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ വായിച്ചു കേട്ടു. കൊരിന്ത്യർ ലേഖനത്തിലെ ആ സന്ദേശം ഇതുമായിട്ട് ചേർക്കുകയാണ്.
ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്താഗതിയിൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു ആ പിതാവിനോട് എങ്ങനെയെല്ലാമാണ് ബന്ധം പുലർത്തിയത്, ആ പിതാവിനെ എങ്ങനെയാണ് പ്രസാദിപ്പിച്ചത്. നമുക്കും ആ പിതാവിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൃപകളെയും കൃപാവരങ്ങളെയും ലഭിച്ച് ജന്മസാവലിടയാൻ സാധിക്കുന്നുള്ള കാര്യം കർത്താവിൻ്റെ സാക്ഷ്യം നമുക്ക് ഉതകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള ഭാഗം നമ്മളൊന്ന് വായിച്ചു കേട്ടു. അത് കർത്താവിൻ്റെ ജീവിത വിജയത്തിന്റെ രഹസ്യം സാക്ഷിക്കുകയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ ലഭിച്ചൊരു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായപ്പോൾ ആ പൂർണ്ണ മനുഷ്യൻ സ്വർഗീയ പിതാവിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തത്, എങ്ങനെയാണ് ആ പിതാവുമായിട്ടുള്ള ബന്ധം പുതുക്കി നിർത്തിയത്. നമ്മളുടെയും ദത്തുമക്കളായി കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് പിതാവ് അംഗീകരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് ഈ പിതാവിൻ്റെ ദത്തുമക്കളാകാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നു. ആ പിതാവിനുള്ള ഏകമകൻ്റെ സഹോദരവർഗത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്കിപ്പോൾ പിതാവിനെ അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മക്കളെ നിന്ന് ഉള്ള വിളി കേൾക്കാനുള്ള ആ വലിയ സ്വാത്സല്യം നമുക്ക് ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5:30 എഴുതിയിരിക്കുന്നത്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ഇച്ഛിച്ചുകൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാക്കുന്നു. ഇങ്ങനെ ഒരു മനോഭാവം നോക്കണ്ടോ? എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ സ്വയത്തെ കുരിശിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വയത്തിലാണ് പിശാച് ഒളിച്ചിരിക്കുന്നത്. സെൽഫ് ഈസ് ദ ഹൈഡിങ് പ്ലേസ് ഓഫ് യു എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ സ്വയം ജന്മനാ തന്നെ പിശാചിന്റെ ഒളിപ്പിടമാണ്. ആദാമിന്റെ ഹവ്വയുടെയും ആ സ്വയത്തിലാണ് പിശാച് കയറിയിരുന്ന് ദൈവത്തിന്റെ വചനം അവിശ്വസിക്കുവാൻ, പിശാചിന്റെ സത്യം വിശ്വസിക്കുവാനും പ്രേരണ നൽകിയത് ഈ സ്വയമാണ്. ആ സ്വയം നമുക്കുണ്ട്. അത് നമ്മുടെ കൂടപ്പിറപ്പാണ്. നമ്മുടെ സ്വയത്തിലും നമ്മുടെ ജഡത്തിലുമാണ് പിശാച് വിളിച്ചിരിക്കുന്നത്. അതിനെ രണ്ടിനെയും കുരിശിച്ചാലേ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗമായി മാറാൻ സാധിക്കുമെന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ തല പോയ വഴിയെ ഉടലും പോകണം. തലയുടെ അതേ സ്വഭാവം, അതേ പിതാവിനോടുള്ളതായ വിധേയത്വം നമുക്കും ഉണ്ടെങ്കിലേ നമുക്ക് ആ പിതാവിൻ്റെ ദത്തുമക്കളായതിനു ശേഷം മരുമകളാകാൻ സാധിക്കും. എന്തൊരു വലിയ പദവിയാണ്! ശത്രുക്കളായി പാവികളായി ജനിച്ച നമുക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ ദത്തുമക്കളാകാൻ സാധിക്കുന്നു. നമ്മൾ വളർന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ ദത്തുമക്കളെ, അവരുടെ പ്രാണനെ, അവരുടെ ദേഹിയെ മരുമകളാക്കുന്നതാണ് പിതാവിൻ്റെ വലിയ കരുണ. ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, ഒരു നന്മയുണ്ടായിട്ടില്ല. നമുക്കൊരു ജീവിതം തരാൻ വേണ്ടി തന്നെ നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, പാപത്തിൽ മരിച്ച് തീഞ്ഞ് നാറിയിരുന്നപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച് തൻ്റെ കൂടെ പന്തിയിലിരുത്തിയതുപോലെ നമ്മുടെയും സ്വയത്തിൽ കൊണ്ടും ജഡം കൊണ്ടും സ്വയാശ്രയം കൊണ്ടും മരിച്ച് പാതാളത്തിൽ പോയ പ്രാണനെ പാതാളം വരെ ചെന്ന് വില കൊടുത്ത് വാങ്ങിച്ച് തിരികെടുത്ത് അങ്ങനെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുവിൻ്റെ കൂടെ ഇരുത്തുന്ന ഈ സ്നേഹത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞിട്ടില്ല, നന്ദി പറയണ്ടേ? എങ്ങനെയാ പറയുന്നത്? ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ പറഞ്ഞാലും തീരുവോ? ഇതില്ല. അപ്പം അങ്ങനെ നമുക്കൊരു ജീവിതം തന്ന ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുമ്പോൾ നമ്മൾ ത്രിയേക ദൈവം വസിക്കുന്ന സ്വർഗമായി തീരുമെന്നൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? എന്തൊരു വലിയൊരു കാര്യമാണ്! സ്വർഗത്തിൽ കർത്താവിന്, നിത്യനായ ദൈവത്തിന് എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളപ്പോൾ ശത്രുവായിരിക്കുന്ന മനുഷ്യരെ രക്ഷിച്ച് വളർത്തി മിത്രമാക്കി അവരുടെ കൂടെ താമസിച്ച് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു ഭയങ്കര സ്നേഹമായത്! ഈ സ്നേഹം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം നമ്മുടെ ഇടയിൽ ഇറങ്ങി വസിക്കുന്നത്? വസിച്ചപ്പോൾ നമ്മൾ സ്വർഗമാണ്, ചലിക്കുന്ന സ്വർഗമാണ്. മാതാവിന് ആ ഭാഗ്യം ലഭിച്ചു. പെന്തിക്കോസ്തിയുടെ അനുഭവം ഉണ്ടായ വിശുദ്ധന്മാർക്കെല്ലാം ഈ അനുഭവം ഉണ്ടായി. അവരുടെ ഉള്ളിൽ ദൈവം ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. അവരുടെ അടുത്തവർക്കെല്ലാം സാധിച്ചു. അത് നമുക്കും വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും സ്വതവേ ചെയ്യരുത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ സ്നേഹം നിർബന്ധിക്കുന്നില്ല, സ്നേഹം അത് അനുവദിക്കുന്നില്ല. നമുക്കെല്ലാം സ്വതവേ ആഗ്രഹിക്കാനും പറയാനും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ശക്തിയുമുണ്ട്.
പക്ഷേ നമ്മളത് ബലി കഴിച്ചിട്ട് പിതാവ് ഇഷ്ടപ്പെടുന്നത് മാത്രം എനിക്ക് മതി, ബാക്കിയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത്. അങ്ങനെ സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്നേഹം എത്തിച്ചേർന്നു. നമുക്കും അങ്ങനെ ആ ഒരു കഴിവില്ലായ്മ വന്നിട്ടുണ്ടോ? എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമില്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, കഴിയില്ല. കുടുംബജീവിതം തയ്ക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് അവരൈക്യതയിൽ സ്നേഹത്തിലാണെങ്കിൽ ഒരു ഭാര്യ പറയും, എൻ്റെ അച്ചായൻ പറഞ്ഞാൽ ഞാൻ എന്തേലും ചെയ്യുള്ളൂ, ചായനോട് ചോദിച്ചാൽ ഞാൻ ചെയ്യുള്ളൂ, ഒറ്റയ്ക്കൊന്നും എനിക്ക് കഴിവില്ല. കഴിവുണ്ട്, പക്ഷെ ആ കഴിവ് പ്രയോഗിച്ചാൽ പോയിരിക്കും, അവർ ബന്ധം പോയിരിക്കും. അതുകൊണ്ട് ആ ഭർത്താവുമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെങ്കിൽ തലയായ ഭർത്താവിനെ അംഗീകരിക്കുകയും എല്ലാ കാര്യവും ചോദിക്കുകയും പറയുകയും അറിയിക്കുകയും ചെയ്താലേ ആ സ്നേഹം നിലനിർത്തുകയുള്ളൂ. അപ്പോൾ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് അങ്ങനെ ഒരു കഴിവില്ലായ്മയുണ്ട്. ഏതാ? എൻ്റെ അച്ചായനെ കൂടാതെ ഒന്നും മേല ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. ആ ബലഹീനതയിലേക്ക് നമ്മൾ വളരണം. ഏതാ ആ ബലഹീനത? കർത്താവിനുണ്ടായിരുന്നൊരു ബലഹീനത എന്താ? പിതാവിനെ കൂടാതെ എനിക്ക് സ്വതയൊന്നും. അത് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർക്ക്. അപ്പം അതുപോലുള്ള സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മളെക്കൊണ്ട് മേലാത്ത കാര്യം വരുമ്പം പറയും, വിഷമമുള്ള കാര്യം പറയും, നമുക്ക് ഇഷ്ടമുള്ള കാര്യം വരുമ്പോൾ നമ്മുടെ ഇഷ്ടം ചെയ്തേച്ച് അങ്ങ് നടന്നു നിൽക്കും. അപ്പോൾ അതെല്ലാം പിതാവ് അറിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന അവസ്ഥ എങ്ങനെയാണ് ആ പൂർണ്ണ മനുഷ്യനായ കർത്താവ് നേടിയെടുത്തത്? കർത്താവ് എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെ വളരുമെന്നുള്ള കാര്യം യെശയ്യാ 7:15 പറഞ്ഞിട്ടുണ്ട്. തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് അവൻ ഉപജീവിച്ചു. അപ്പൊ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുന്ന ഒരാൾക്കാണ് ഈ സ്നേഹം, ഈ ഐക്യം ലഭിക്കുന്നത്. തൈരും തേനും ഏതിനെ കുറിക്കുന്നു? എല്ലാം പിതാവിന്റെ പരിജ്ഞാനം, പിതാവിന്റെ അറിവ്, പിതാവിന്റെ സമ്മതം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായത്. പാലെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. പാൽ ഉറയൊഴിക്കുമ്പോഴാണ് തൈര് ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വചനമാകുന്ന പാൽ ഉറയൊഴിച്ച് അതിനെ തൈരാക്കി അത് കഴിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അത് മുഴുവൻ വചനത്തിന്റെ സത്ത് നിറഞ്ഞതാണ് ആ തൈര്. അപ്പൊ ദൈവികപ്രായം അല്ലാത്തൊരു കാര്യം ചിന്തിക്കാൻ ഒക്കെയില്ല. ഞാൻ പാപം ചെയ്യാതിരിക്കണം, നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അപ്പൊ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിലുണ്ടായിരിക്കണം. അവളെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ച എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വന്ന വചനവും വരുന്ന വചനവും ധ്യാനിക്കുന്നതിന്റെ പ്രതീകമാണ് തൈരും തേനും. ലോകാരംഭം മുതൽ വെളിപ്പെട്ട വചനങ്ങളുണ്ട്, വെളിപ്പോട്ടുകൊണ്ടിരിക്കുന്ന വചനമുണ്ട്. എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായ വചനങ്ങളെല്ലാം തൈര് പോലെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു ശക്തിയുണ്ട്, സന്തുഷ്ടിയുണ്ട്, സംതൃപ്തിയുണ്ട്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം യേശുവിൽ വേരൂന്നി പുഷ്പിക്കുമ്പോൾ ആ പുഷ്പത്തിലുണ്ടാകുന്ന ഒരു തേനുണ്ട്. ആ തേൻ കർത്താവിന് കൊടുത്തിട്ട് കർത്താവിൻ്റെ ആ ഓരോ ദിവസവും വികസിച്ച് പുഷ്പിക്കുന്ന ആ പുഷ്പത്തിലെ തേൻ ഇങ്ങോട്ട് തരും. ആരാധനയിലും ധ്യാനത്തിലും കിട്ടുന്ന തേൻ പകരുക, തേൻ നുകരുക. വചനം തേൻ പോലെ പങ്കിട്ടിട്ടുണ്ടോ? കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം തേൻ പോലെ മധുരമാണ്. വന്ന വചനങ്ങൾ പാല് പോലെയും തൈര് പോലെയും ഹൃദ്യമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നല്ല രസമാണ്. തൈരും തേനും കൂടെ ചേർത്താൽ നല്ലൊരു ആഹാരമാണ്. അപ്പോൾ ഈ തൈരും തേനും കൂടെ ചേർന്ന ആഹാരമാണ് പരിശുദ്ധ കന്യമറിയാം കർത്താവിന് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ തേനീച്ചക്കൂടും ഉണ്ടായിരുന്നു, അവിടെ ധാരാളം പശുക്കളും ഉണ്ടായിരുന്നു, ആടും പശുവും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ആട്ടും പാലും പശുവും പാലും ഒക്കെ ധാരാളം കർത്താവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ തൈരിന് വല്ല പഞ്ഞമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ വന്ന വചനം തൈരും തേനും പോലെ മിക്സ് ചെയ്ത് കഴിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൂർണ്ണമായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവേഷ്ടം ചെയ്ത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സാധിച്ചത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തങ്ങ് പോയി, കന്യമറിയാമനെ എടുത്തുകൊണ്ട് പോയി. ഇത് രണ്ടും സംഭവിക്കണം. നമ്മുടെ ദേഹിയുടെ മണ്ഡലം ദൈവേഷ്ടം ചെയ്ത് സ്വയത്തെയും ചെടുത്തേയും കുരിശിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ദേഹിയുടെ മണ്ഡലം സ്വർഗാരോഹണം ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കും. ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിന് വേണ്ടി മരിച്ചു ഉയർത്തുകയാണെങ്കിൽ അതിന് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യാൻ സാധിക്കും. അപ്പം തന്നെ സ്വർഗാരോഹണം ചെയ്യാൻ സാധിക്കും.
രണ്ടു തരം സ്വർഗാരോഹണമുണ്ട്. ഉയർത്തെഴുന്നേറ്റാൽ ഉടനെയുള്ളൊരു സ്വർഗാരോഹണം, പിന്നെ തിരിച്ചു വന്നിട്ട് 40-ാം ദിവസത്തെ മറ്റൊരു സ്വർഗാരോഹണം. യേശുവിന് രണ്ടു തരം സ്വർഗാരോഹണം. ഉയർത്തെഴുന്നേറ്റ് ഉടനെ തന്നെ അപ്പച്ചൻ്റെ അടുത്തേക്ക് ഒരു പോക്ക് പോയ വഴിക്ക് മഗ്ദല മറിയത്തിനെ കണ്ണ് നീ തൊടരുത്, ഞാൻ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പൊ തൊടാൻ പാടില്ല, ഉള്ള ശക്തി മുഴുവൻ ആർജിച്ച് ഞാൻ മുകളിലോട്ട് വയ്ക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ തൊടിക്കാന്ന് പറഞ്ഞു അല്ലേ. തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കാലത്ത് പിടിച്ച് വന്നിച്ചു എന്നാ പറയും. അപ്പൊ ഇതുപോലെ ആരും അറിയാതെ ആരെയും തൊടിക്കാതെ ഒരു സ്വർഗാരോഹണം നമുക്ക് വേണം. എല്ലാ രാത്രി പ്രാർത്ഥനയിലും അത് സംഭവിക്കേണ്ടത്. എല്ലാ രാത്രി പ്രാർത്ഥനയിലും വചനം ധ്യാനിച്ച് രാത്രി പ്രാർത്ഥനയിൽ ഉയർപ്പിന്റെ അനുഭവം ദേഹിക്ക് ലഭിക്കുമ്പോൾ ആരെയും കാണിക്കാതെ ആരെയും തൊടാതെ പിതാവിൻ്റെ അടുത്തേക്ക് പറന്നു പോകാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും. അപ്പോൾ ആരെയും തൊടരുത്, ആരെയും ഓർക്കരുത്, ആരെയും തൊടിക്കരുത്. അതുകൊണ്ട് അതിരാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നേരത്തെ എഴുന്നേക്കാൻ ഈ പണി പറ്റിക്കുക. എന്താ, എല്ലാവരും ഉറങ്ങുന്നില്ല ആഗ്രഹിച്ചിട്ട് നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥന മുറിയിൽ പോയി പ്രാണക്കുട്ടി ഉയർത്തെഴുന്നേക്കാമെങ്കിൽ ഒരൊറ്റ പോക്ക് മുകളിലേക്ക് പോയി അപ്പച്ചൻ്റെ അടുത്ത് പോയി സന്തോഷിച്ചിട്ട് തിരികെ വന്ന് ബെഡ് കോഫിയൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ വിളിച്ചേച്ചാൽ മതി. ഏതാ നല്ല രുചിയായിരിക്കാം ബെഡ് കോഫിക്ക് കേട്ടോ. സ്വർഗത്തിൽ പോയി അപ്പച്ചനെ കണ്ടിട്ട് അപ്പച്ചൻ്റെ അനുഗ്രഹമായി മടങ്ങി വന്നിട്ട് ബെഡ് കോഫിയോ ചായയോ ഒക്കെ ഉണ്ടാക്കി ഉറങ്ങുന്നവരെയൊക്കെ തട്ടി ഉണർത്തുമ്പോൾ അതിനൊരു പ്രത്യേക മാധുര്യം കാണും. അന്നത്തെ ദിവസം എല്ലാം വളരെ ഇത് ഭർത്താവിനും ആകാൻ കേട്ടോ ഈ പണി. ഭർത്താവിനെ ഭാര്യ ഉണരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിൽ എഴുന്നേക്കാം. അവർ രണ്ടുപേർക്കും പ്രാർത്ഥിക്കാൻ രണ്ട് മുറി ഉണ്ടെങ്കിലല്ലേ അവരുടെ മുറികളുണ്ടെങ്കിൽ അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ്റെ അടുത്ത് പോയി ഉയർത്തെഴുന്നേറ്റ് പ്രാണക്കുട്ടിയുമായിട്ട് പോയി മടങ്ങി വന്ന് ഭയങ്കര രസമായിരിക്കും അന്നത്തെ ജീവിതം. അങ്ങനെ ഓരോ ദിവസവും ഹൃദ്യമാക്കാൻ സാധിക്കും. അങ്ങനെ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിൽ പോവുക, അവിടുന്ന് അനുഗ്രഹം വാങ്ങിക്കുക, എന്നിട്ട് പിന്നെ മറ്റുള്ളവരെ കാണുന്ന ആ നിഷ്ഠ നമുക്കുണ്ടോ? നിങ്ങൾ രാത്രി പ്രാർത്ഥനയിൽ പള്ളിയിൽ വരുമ്പോൾ കണ്ടിട്ടുള്ള ഈ കാര്യം ഓർപ്പിക്കാൻ പിതാക്കന്മാർ പ്രത്യേക ക്രമം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈസ്റ്ററിനും അതുപോലെ കർത്താവ് ജനപ്പെരുന്നാളൊക്കെ രാത്രി പള്ളി വരുമ്പോൾ കണ്ടിട്ടുണ്ടോ? രാത്രി പ്രാർത്ഥനയുടെ 4-ാം കൗമായിക്ക് പുരോഹിതന്മാർ ആരെയും തൊടാതെ കയറിയൊരു പോക്കുണ്ട്. കയറിപ്പോയി മധുവായിലൊക്കെ മുത്തി പ്രാർത്ഥിച്ച് അപ്പച്ചൻ്റെ അടുത്ത് പോയി തിരികെ വന്നിട്ട് എല്ലാവർക്കും കൈ കൊടുക്കുകയും കൈമുട്ടുകയും കണ്ടിട്ടുണ്ടോ? ഈ കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ആരാധനയിൽ അങ്ങനെ എല്ലാവരേക്കാൾ അധികം പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി മുകളിലേക്കൊരു പോക്കുണ്ട്. എല്ലാ രാത്രി പ്രാർത്ഥനയുടെയും 4-ാം കൗമായിക്ക് നമുക്ക് അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിൽ പോയി കിട്ടിയ പ്രാണക്കുട്ടിയെ സംഭാവന ചെയ്ത് അപ്പച്ചനെ കാണിച്ച് അപ്പച്ചൻ്റെ മടിയിൽ കൊണ്ട് വയ്ക്കണം ഈ പ്രാണക്കുട്ടിയെ. അപ്പച്ചന് വലിയ സന്തോഷമാണ് പ്രാണക്കുട്ടിയെ മടിയിൽ വെച്ചൊന്ന് ഉമ്മ വെച്ച് സ്നേഹം കൊടുക്കാൻ വേണ്ടി. നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മടിയിൽ ഇരുന്ന് ഉമ്മ കിട്ടിയിട്ടുണ്ടോ? കൊതി തീരെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അപ്പച്ചൻ കൊതിച്ച് നോക്കിയിരിക്കുക മോളെ എന്ന് കൈ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ആ മോളെ എടുത്ത് ആർക്ക് കൊടുക്കും? മോന് കൊടുക്കും. ഇവിടെ കൊണ്ടുകൊള്ളാൻ പറയും. അപ്പോൾ നമ്മുടെ പ്രാണനെ പിതാവ് സ്വീകരിച്ചിട്ട് പുത്രന് കൊടുത്തിട്ട് പുത്രനെ എടുത്ത് നമുക്ക് തരണം. ഇത് രണ്ട് സംഭവിച്ചാലേ കല്യാണം നടക്കുകയുള്ളൂ. കല്യാണാലോചനയിൽ അങ്ങനെയല്ലേ? മാതാപിതാക്കൾ ഒരു കന്യകയെ ആലോചിച്ച് വരൻ്റെ കൈ കൊണ്ട് കൊടുക്കുക. ആ വരനെ ഇവളെ അവനും കൊടുക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. ഇതുപോലൊരു സംഭവം അപ്പച്ചൻ ചെയ്യണം. അങ്ങനെ സ്വർഗത്തിലെ അപ്പച്ചന് ഈ മകളെ കാണാനും മകളെ മടി വയ്ക്കാനും മൂ വെക്കാനും സ്നേഹം കൊടുക്കാനും വലിയ കൊതിയാണ്. ആ സ്നേഹത്തിന്റെ ആധിക്യത്തിലാണ് പുത്രനെ നമുക്ക് ലോകത്തിലേക്ക് തന്നത് അല്ലേ? യോഹന്നാൻ 3:16 സമ്മാനം. അത്രയ്ക്ക് വലിയ സ്നേഹമുള്ള ഈ മോന് വധുവാക്കി തീർക്കുവാൻ നമ്മുടെ പ്രാണക്കുട്ടിയെ ഇതുപോലെ കിട്ടി. ഈ കൊടുക്കൽ വാങ്ങൽ പിതാവാ ചെയ്യേണ്ടത്. എങ്കിലേ ഈ ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ആരും ഓർപ്പിക്കുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിൽ എന്നും പോയി പിതാവിന്റെ കൂടെ ഇരുന്ന് പിതാവിൽ നിന്ന് കേട്ടുപഠിച്ച് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കേൾവിക്കാർക്ക് അത് രസകരമായി രുചികരമായി തോന്നിയത്. ഈ കാര്യത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ളതായ നമ്മുടെ രാത്രി പ്രാർത്ഥനകൾ, ജ്ഞാനസഖിയുടെ കൂടെയുള്ള ഇരിപ്പ്. ജ്ഞാനസഖിക്കാണ് ഈ സ്വർഗത്തിലെ രഹസ്യമൊക്കെ അറിയാവുന്നത്. അപ്പൊ സ്വർഗത്തിലെ പിതാവ് ജ്ഞാനസഖിയെ ആദ്യമേ വിടും നമ്മളെ ഉണർത്തി ഒരുക്കിയിട്ട് വേണം അങ്ങയല്ല. ജ്ഞാനസഖിയെ നമ്മൾ അങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? സദൃശവാക്യങ്ങൾ 8-ാം അധ്യായവും ജ്ഞാനപുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിലുള്ളതായ ആ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കാമെങ്കിൽ സ്വർഗത്തിലെ പിതാവിന്റെ സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിച്ചു അത് അനേകർക്ക് പങ്കിട്ട് അത് ഇരട്ടിയായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വീടിനെ സ്വർഗമാക്കാൻ സാധിക്കും. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. എവിടെ കേൾക്കുന്ന പോലെ? പിതാവിന്റെ സന്നിധിയിൽ നിന്ന്. അപ്പൊ ഏത് കാര്യം പിതാവുമായിട്ട് ചർച്ച ചെയ്തിട്ട്
പുത്രൻ തീരുമാനം എടുക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ഒരു ഐക്യം നമുക്ക് വേണം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. നമ്മുടെ വിധികൾ നീതിയുള്ളതാണ്. നമ്മൾ ആരെക്കുറിച്ചല്ല എന്തിനെക്കുറിച്ചെല്ലാം വിധിച്ചിരിക്കുന്നു. ജഡ്ജി കളിച്ചിട്ടില്ലേ ഒത്തിരി? ഓരോ സംഭവം നടക്കുമ്പോൾ നമ്മളങ്ങ് തീരുമാനിച്ചോളൂ ഓരോന്ന് കാര്യം. നമ്മൾ ചിലരെ അങ്ങ് ന്യായം വിധിച്ചോളുക. അപ്പോൾ എന്ത് ചെയ്യണം? പിതാവിന്റെ അടുത്ത് പോയ പുത്രന്റെ സ്വഭാവം എല്ലാ കാര്യവുമായി പിതാവിന്റെ സന്നിധിയിൽ പോയി പിതാവ് പറയുന്ന പോലെയാണ് പുത്രൻ വിധിച്ചുകൊണ്ടിരുന്നത്. മക്തല മറിയത്തിനെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോഴേ കല്ലെറിയാൻ കൂട്ടുന്നോ? ആ കാര്യം ആരെ അറിയിച്ചു? സ്വർഗത്തിലെ പിതാവിന്റെ ഒരുത്തിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഞാൻ എന്നാ ചെയ്യണം? അപ്പോൾ പിതാവ് പറഞ്ഞതനുസരിച്ചാണ് പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ എന്നുള്ള കാര്യം പ്രസ്താവിച്ചത് പിതാവുമായിട്ട് ആലോചിച്ചിട്ടാണ്. അതുമാത്രമല്ല, എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണണമെന്നുള്ളതായ തിരുവചന പ്രകാരം കണ്ണുകൊണ്ട് കണ്ടതുപോലെയോ കേട്ടതുപോലെയോ അല്ല നീ വിധിക്കേണ്ടത്. ആ പുത്രന്റെ പിതാവ് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യം, നീ കണ്ടതുപോലെ കേട്ടതുപോലെ ഒന്നും അല്ല. കാരണം കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്ത് വേറെ കാര്യം ഉണ്ട്. അത് പിതാവിനെ അറിയാവൂ. കണ്ടതും കേട്ടതും വെച്ചുകൊണ്ടൊന്നും വിധിച്ചേക്കരുത് ആരെയും. നമ്മുടെ കണ്ണും കാതും വളരെ പരിമിതിയുള്ളതാണ്. എല്ലാം കാണാനോ എല്ലാം കേൾക്കാനോ അറിയാനോ നമുക്ക് കഴിവില്ല. അതെല്ലാം അറിയാവുന്ന ആളിനോട് കൺസൾട്ട് ചെയ്തിട്ട് ആൾ പറയുന്ന പോലെ നമ്മൾ വിധിക്കാവും. അതുകൊണ്ടാണ് മക്തല മറിയത്തെ കല്ലെറിയാൻ കൂട്ടു നിൽക്കാതെ ഇനി പാപം ചെയ്തതെന്ന് പറഞ്ഞ് അവൾക്ക് നല്ല ഉപദേശം കൊടുത്തപ്പോൾ അത് അവൾ വിശുദ്ധിയിലേക്ക് വളരാനുള്ള അവസരമായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ കണ്ടതും കേട്ടതും സംശയിച്ചതുമായ കാര്യം വെച്ച് ആരെയെല്ലാം വിധിച്ചിരിക്കുന്നു, ആരെക്കുറിച്ചെല്ലാം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, അതെല്ലാം ദൈവനീതിക്ക് എതിരായിരുന്നു. ദൈവപ്രസാദം നഷ്ടപ്പെടുത്തിയ സംഭവങ്ങളാണത്. അതിനെല്ലാം നമ്മൾ ക്ഷമ ചോദിക്കണം. കർത്താവ്, ഞാൻ കണ്ടതും കേട്ടതും വിചാരിച്ചതും സംശയിച്ചതുമായ കാര്യപ്രകാരം പലതും വിചാരിച്ചു, പലതും ചിന്തിച്ചു, പലതും ചെയ്തു. അപ്പം നിന്റെ പ്രസാദത്തിൽ നിന്നും നിന്നുള്ള ഐക്യത്തിൽ ഞാൻ വിട്ടുപോയി. ആ വിടവിൽ പിശാച് കയറി എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ കൊള്ളരുതാത്തവനായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റുപറയാമെങ്കിൽ ഈ നോമ്പിൻ്റെ 15-ാമത്തെ ദിവസത്തിൽ നമ്മളിന്ന് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പാപശാപങ്ങൾ യേശു ഏറ്റെടുത്തതുകൊണ്ടാണ് പിതാവായ ദൈവം തമ്പുരാൻ നമ്മളെ ഇത്രയധികമായി വാത്സല്യത്തോടെ മടിവെക്കുന്നത്. നിന്റെ പാപശാപം ഞാൻ എൻ്റെ പുത്രൻ്റെ മേലാക്കി, അവൻ നിന്റെ മേൽ ആ ശിക്ഷയെല്ലാം ഏറ്റു. ഇനിയും അതിനെക്കുറിച്ച് നീ നിരാശപ്പെടണ്ട. അതുകൊണ്ട് നമ്മൾ പിതാവിൻ്റെ സ്വന്തമായി മാറി പിതാവിൻ്റെ കുടുംബത്തിലെ ഈ അവകാശിയായി നമ്മളെ സിംഹാസനത്തിൽ തൻ്റെ പുത്രൻ്റെ കൂടെ ഇരിക്കാൻ അർഹതയുള്ള രാജ്ഞിയാക്കി നമ്മളെ മാറ്റുക. അപ്പോൾ ഈ വചനം, യേശുവിൻ്റെ ഈ സാക്ഷ്യം നമ്മുടെ സ്വയപരിശോധനയ്ക്ക് സഹായകരമാകട്ടെ. നമുക്ക് ഇന്നും ഈ ഉൾക്കാഴ്ച വേണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അവൻ ഇച്ഛിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതാണ്. പുത്രനെ പിതാവ് അയച്ചതുപോലെ എന്നെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുകയും ഞാൻ തിരിച്ചങ്ങ് ചെല്ലണം. പുത്രൻ പോയ പോലെ ഞാനും ചെല്ലണം. എന്നിട്ട് വേണം കല്യാണം നടക്കാൻ. അതിനു മുമ്പ് വളരാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആഴമായ ഉൾക്കാഴ്ച ലഭിക്കട്ടെ. 31-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 5:31, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്ര ഇത് പറയുന്നത്. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അന്വേഷിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ സാക്ഷ്യമാണെന്ന് പറയുന്നു. അതുകൊണ്ട് പിതാവ് യോർദാൻ നദിയിൽ സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് സാക്ഷ്യം പറഞ്ഞു. പിന്നെ കർത്താവിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും ഈ പിതാവിനെ സാക്ഷിക്കുന്നതായിരുന്നു. നമ്മുടെ വാക്കും പ്രവൃത്തികളും ഈ പിതാവിനെ സാക്ഷിക്കുന്നതാണോ? പിതാവിലേക്ക് അന്വേഷിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ സാക്ഷ്യം പറയുന്നു എന്നാണ് പറയുന്നത്. പിതാവിനെ അയച്ചുവെന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടുമില്ല, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞ സാക്ഷ്യം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്ന സാക്ഷ്യം, യേശുവിൻ്റെ പ്രവൃത്തികളുടെ സാക്ഷ്യം, ഇതൊക്കെയും നമ്മളെ സത്യവിശ്വാസികളാക്കി കർത്താവിനോട് ചേർത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക.
ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഒരു കാര്യം തൻ്റെ കേൾവിക്കാരെ കുറിച്ച് കർത്താവ് പറയുന്നു. നമ്മളെക്കുറിച്ച് അങ്ങനെയാണോ പറയുന്നത്? ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വരാനുള്ള മനസ്സില്ലാഴി എന്ന് മാത്രം നമുക്ക് കാണും. മനസ്സ് മുടക്കികൾ എത്ര എണ്ണം കാണും? നമ്മുടെ മനസ്സ്, അബോധ മനസ്സ്, 2-3 മണ്ഡലമുണ്ട് അതിന്. സുബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ഇങ്ങനെ 3 തരം മനസ്സ് നമുക്കുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നോക്കിയാൽ ഒരു സമുദ്രം പോലെ ഇരിക്കും. പസഫിക് സമുദ്രം പോലെ, മൈലുകൾ ആഴമുള്ള ഒരു വലിയ സമുദ്രം പോലെയാണ് നമ്മുടെ മനസ്സ്. നമുക്ക് ഈ മനസ്സിനെ കുറിച്ച് നമുക്കും വലിയ ബോധമൊന്നുമില്ല. ഈ മനസ്സിന്റെ അടിത്തട്ടിൽ ഒത്തിരി കാര്യങ്ങൾ പോയി കിടപ്പുണ്ട്. ഈ മനസ്സിന്റെ ഉപരിതലത്തിലെ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാവൂ. ഉപബോധ മനസ്സിനകത്ത് ഒത്തിരി കാര്യം കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതായി മനസ്സ്. ആ മനസ്സിൽ മുഴുവനും വചനം തെങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് ദൈവേഷം ചെയ്യുവാൻ, ദൈവത്തെ യേശുവിനെ പോലെ ആകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ അടിമനസ്സ് വരെ വചനം ചെല്ലണം. അതിനാണ് സമയമെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും ശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തം തളിക്കണമെന്നാണ് പറയും. അതെവിടെയാണെന്നറിയാമോ? നമ്മുടെ മനസ്സിൻ്റെയും മനസാക്ഷിയുടെയും അടിത്തട്ട് വരെ പിശാചിന് ഒളിച്ചിരിക്കാൻ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ചിന്തകളുടെയും സംശയങ്ങളുടെയും വാക്കുകളുടെയും പ്രതികരണങ്ങളുടെയും പുറയിൽ പിശാചിന് അവകാശമുള്ള ഒളിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് അവനും കൂടെ സ്വാധീനിച്ചിട്ടാണ് നമ്മുടെ ഓരോ അഭിപ്രായങ്ങൾ ദൈവികമല്ലാത്ത കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ അടിമനസ്സും ഉപബോധ മനസ്സും സുബോധ മനസ്സും പൂർണ്ണമായി യേശുവിൻ്റെ രക്തം തെളിച്ച് ശുദ്ധീകരിച്ചാലേ നല്ല മനസാക്ഷി കിട്ടുകയുള്ളൂ. എബ്രാഹിം 3 വാക്യമാണ്. നല്ല മനസാക്ഷിയിൽ നിന്നേ നല്ല തീരുമാനം എടുക്കാനൊക്കെ ഉള്ളൂ. നമുക്കുള്ള മനസാക്ഷിയെ വിശ്വസിക്കാനൊക്കെയില്ല. കാര്യം എന്നാ? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ സുബോധ മനസ്സിലും അബോധ മനസ്സിലും കിടപ്പുണ്ട്. എന്നാ പറയുന്നത്? എബ്രായ ലേഖനം കണ്ടോ? അധ്യായം ഏതാ? അപ്പൊ എബ്രായ ലേഖനം 10:22 എന്നാ പറയുന്നു? അപ്പൊ ദുർമനസാക്ഷി നീങ്ങണമെങ്കിൽ എന്നാ ചെയ്യണം? രക്തം തളിക്കണം. ഹൃദയത്തിലെ രക്തം തളിച്ച് വേണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുർമനസാക്ഷി മാറണമെങ്കിൽ നമ്മളുടെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സ് വരെയും രക്തം ചെല്ലണം. അതിനാണ് തുടർച്ചയായിട്ട് കുർബാന അനുഭവിക്കുന്നത്. അതിനുവേണ്ടിയാ. ഇത് അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു തുള്ളി രക്തം കൊണ്ട് ഒരു കടലിന്റെ മുകളിലോട്ട് ഒഴിച്ചാൽ അടിയിലോട്ടനെ ചെല്ലുവോ? അത് അടിയിലോട്ട് പോകണമെങ്കിൽ പിന്നെയും അടിവരെ ഇത് കൊണ്ട് തളിക്കണം. അപ്പൊ നമ്മുടെ അബോധ ഉപബോധ സുബോധ മനസ്സുകളെ മുഴുവൻ ശുദ്ധീകരിക്കാൻ സമയം ഒത്തിരി എടുക്കും. കാരണം അതിനകത്തൊക്കെ അവകാശികളായ പിശാചുക്കൾ ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് അവരുടെ അവകാശം തീർക്കണമെങ്കിൽ അവർ ചോദിക്കുന്നതിലും പകരം കൂടെ കൊടുത്താലേ അവർ മാറുള്ളൂ. ഇല്ലേ? ലഗിയോൻ ബാധിച്ചവന്റെ മനസാക്ഷി എങ്ങനെയായിരുന്നു ആദ്യം? ലഗിയോൻ ബാധിച്ച മനുഷ്യന്റെ മനസാക്ഷി വസ്ത്രം ധരിക്കണ്ട, വീട്ടിൽ കയറണ്ട, ആലരക്ക് പോയി നടക്കണം, കല്ലറയിൽ പോയി കിടക്കണം, വരുന്നവരൊക്കെ ഉപദ്രവിക്കും. ഇതൊക്കെ അവന്റെ മനസാക്ഷി. അപ്പൊ 6000 ഭൂതങ്ങൾ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനോട് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളിപ്പോൾ പോകുന്നില്ല, ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇവന്റെ പേരിൽ, സമയം തീർന്നിട്ടില്ല. ഇവനെ കൊണ്ട് നടന്നവനെ മുക്കി കൊല്ലാനാ ഞങ്ങളുടെ പരിപാടി. പക്ഷെ നീ അധികാരി ആയതുകൊണ്ട് നിന്നോട് നോ പറയാനൊക്കെ ഇല്ല. ഇറങ്ങണമെന്ന് നിർബന്ധമാണെങ്കിൽ 2000 പന്നിയെ തരാമെങ്കിൽ പോകുമെന്നായി. തന്നേക്കാവുന്നായി. 2000 പന്നിയെ കൊടുത്ത് ആ ഭൂതങ്ങളെ സമുദ്രത്തിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ മനസാക്ഷി ക്ലീനായി. യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശു ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇവന് വേണ്ടിയും കൂടെ എന്റെ രക്തം ചൊരിഞ്ഞോളാം. ഞാൻ ഇവന് വേണ്ടി കാൽവറിയിൽ മരിക്കാൻ വന്നതാ. അഡ്വാൻസ് ആയിട്ട് അവന് ഹൃദയം ശുദ്ധീകരിക്കുകയാണ്. ഭാവിയിൽ യേശു ഞാൻ കാൽവറിയിൽ മരിക്കുമ്പോൾ എൻ്റെ പഞ്ചമുറികളിലൂടെ, എൻ്റെ എല്ലാ മുറികളിലൂടെയും രക്തം ഒഴുകുന്ന ഇവന് വേണ്ടിയും കൂടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസായിട്ട് അവനെ ശുദ്ധീകരിച്ചിട്ട് അവന് സുബോധം കൊടുത്തു. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? വസ്ത്രം ധരിച്ചു, കർത്താവിൻ്റെ അടുത്ത് വന്ന് പാദത്തിങ്കിൽ വന്നിരുന്നു. ഞാൻ നിന്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഇരിക്കുവാനും യേശുവിൻ്റെ വരാൻ തീരുമാനിച്ചു. സത്യക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു. ഇതുപോലെ യേശുവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ, യേശുവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ, അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ശുദ്ധ മനസാക്ഷി വേണം. ശുദ്ധ മനസാക്ഷി വേണമെങ്കിൽ മനസാക്ഷി അശുദ്ധമാക്കുന്ന അശുദ്ധാത്മാക്കൾ ചോദിക്കുന്നിടത്തോളം പകരം കൂടെ കൊടുത്ത് അവരെ കൂടെ പറഞ്ഞു വിട്ടെങ്കിൽ മാത്രമേ ശുദ്ധീകരണം പൂർത്തിയാകൂ. ഇത് പെട്ടെന്ന് ചെയ്താൽ വേറൊരു കുഴപ്പമുണ്ട്.
അത് ആവർത്തനം 7:21 എഴുതിയിട്ടുണ്ട്. വലിയ അനാക്യമല്ലന്മാരെ പോലെ വലിയ ഭൂതങ്ങളിൻ്റെ എല്ലാം പുറയിലുണ്ട്. നമ്മുടെ അബോധ മനസ്സിൽ വലിയ തിമിംഗലം പോലെയുള്ള പിശാചുകൾ കാണും, വലിയ വലിയ പാമ്പുകൾ കാണും. ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലൊക്കെ വലിയ വലിയ വലുപ്പമുള്ള പാമ്പുകളൊക്കെ ഉണ്ട്. ഈ ഭൂമിയിലുള്ളതിനേക്കാൾ വലിയ ജീവികൾ അതിൻ്റെ അടിയിലുണ്ട്. കടലാന എന്ന് പറയുന്ന ജീവി ഇതിനൊക്കെ അടിയിലുണ്ട്. അപ്പൊ അവരൊക്കെ അതിന്റെ എല്ലാം അവകാശം തീർത്ത് മാറ്റി എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയ ശുദ്ധമാവുള്ളൂ. അപ്പൊ അതിന് പകരം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇവരെ അങ്ങോട്ട് മാറ്റിയാൽ അവരെല്ലാം കൂടെ യൂണിയൻ കൂടിയിട്ട് അവർ വേറെ കാട്ടുമൃഗങ്ങളിലൊക്കെ ഈ മൃഗങ്ങൾ കയറി എല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ആവർത്തനം 7:21-22 വാക്യങ്ങളിൽ അനാക്യമല്ലന്മാർ കനാൻ ദേശത്തുണ്ടായിരുന്നു. അവരെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, അവരെ കുറേശ്ശെയായിട്ട് മാറ്റിത്തരും. പെട്ടെന്ന് മാറ്റിയാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമെന്നാണ് പറയും. കാട്ടുമൃഗങ്ങളില്ലേ മനുഷ്യരെ കാട്ടുമൃഗങ്ങളെ പോലും ആകുകയും ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ആ കുഴപ്പം വരാതിരിക്കാൻ അത് പയ്യെ കാര്യം വെച്ചിരിക്കും, കുറേശ്ശെയായിട്ട്. എല്ലാവരും കേട്ടോ, ഇതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എല്ലാവരും ഉണർന്നിരിക്കുന്നതിന്റെ പ്രതിയോട്ടെ കൈയൊന്ന് നോക്കിക്കാട്ടെ. എല്ലാവരും കൈയൊന്ന് നോക്കിക്കേ. ഉണർന്നിരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഇത്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നറിയാൻ വേണ്ടി ഒന്ന് കൈ ഒന്ന് അനക്കിക്കാട്ടെന്നോ ഈ ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. കൊള്ളാന്നുള്ള കാരണം ഈ പ്രധാനപ്പെട്ട കാര്യം കേട്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. എനിക്ക് കർത്താവിൻ്റെ അടുത്ത് കണക്ക് കൊടുക്കണം. ഞാനിത് ഇന്നാം ദിവസം പഠിപ്പിച്ചതാണ്. അപ്പൊ അവർ കൈയും ഉയർത്തി കൈ ആട്ടി കാണിച്ച് അവർ ഉണർന്നിരിക്കുന്നു. ഇനി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇവരെ അറിയിച്ചിരിക്കുന്നേ. അപ്പൊ കർത്താവ് വരാൻ താമസിക്കുന്നതിന്റെ കാര്യം എന്നാ പറഞ്ഞാട്ടെ. ആവർത്തനം 7:21-22 വാക്യത്തിൽ കനാൻ ദേശത്തെ വാഗ്ദത്ത സന്തതികൾക്ക് വാഗ്ദത്തം കൊടുത്തിരുന്ന സ്ഥലത്ത് അനാക്യ മല്ലന്മാരുണ്ടായിരുന്നു. അവർ വലിയ പർവ്വതം പോലെ വലിയ ജീവികളാണ്, ഗോലിയാത്തിനെ പോലുള്ള ജീവികൾ. അവരെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, അവരെ കുറേശ്ശെയായിട്ട് മാറ്റുന്നു. എത്രാം വാക്യത്തില്ല അത്? 22-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? ആ ജാതികളെ ദൈവമായ കർത്താവ് അല്പമായി കുറേശ്ശെയായി മാറ്റും. കാട്ടുമൃഗങ്ങൾ പെരുകി ഉപദ്രവമാകാതിരിക്കാൻ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. ഈ പ്രമാണം നിങ്ങൾ അംഗീകരിക്കണം. ക്ഷണത്തിൽ നശിപ്പിക്കണമെന്നല്ലാണ്ട് ഇപ്പൊ ഒറ്റ കുർബാനയ്ക്ക് കാര്യം നടക്കണം, ഒറ്റ പ്രാർത്ഥനയ്ക്ക് കാര്യം, ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ഒറ്റ ഹൂസോയ്ക്ക് കാര്യം തീർക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധമാണ്. അപ്പൊ കുഴപ്പമില്ല, കർത്താവ് ചെയ്യുവോ? ഒറ്റ കുർബാനയ്ക്ക് ഒറ്റ പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും തീർത്താൽ ഈ ഇറങ്ങിപ്പോകുന്നെല്ലാം കൂടെ യൂണിയൻ കൂടി കാട്ടുമൃഗങ്ങൾ കയറി തിരിച്ചു വരും. വീട്ടിൽ പാമ്പിന്റെ ശല്യമായിരിക്കും. പാമ്പ് ഉള്ള ദേശത്തെ പാമ്പ് മുഴുവൻ വീട്ടിൽ കയറി അവന് വല്ല ജീവിക്കാനോ കുറഞ്ഞാനോ. അടുത്തുള്ള ദുഷ്ടമൃഗങ്ങളെല്ലാം വന്ന് ശല്യപ്പെടുത്താൻ. അടുത്ത കാട്ടുമൃഗങ്ങൾ ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്നാണെന്നറിയാമോ? വീട്ടിലുള്ളവരെ തന്നെ കാട്ടുമൃഗം പോലെ അങ്ങ് ആക്കും പിശാച്. അത് അതിനേക്കാൾ കഴിവാട്ടോ. കരടിയെ പോലെയും സമൂഹത്തെ പോലെയൊക്കെ അലറാൻ തുടങ്ങും, മതയാനിയെ പോലെ ചാടാൻ തുടങ്ങും. അപ്പൊ അത് വേണോ? അപ്പൊ അങ്ങനെയാണെ പയ്യ മതി, കുറേശ്ശെയായിട്ട് മതി. അപ്പൊ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചെയ്താലേ ഇവരെ നിരക്കി പകരം കൊടുത്ത് എവിടെ കൊണ്ട് ചാടിക്കണം? സമുദ്രത്തിൽ കൊണ്ട് ചാടിക്കണം. ഇടയ്ക്ക് തിരിച്ചു വരരുത്. സമുദ്രത്തിൽ ചാടുന്നതിന് മുമ്പേ നമ്മൾ വിട്ടേച്ചിഞ്ഞ് പോന്നാൽ അവർ തിരിച്ചിഞ്ഞ് പോരും. അതെ. അപ്പൊ അതിനെ ചവിട്ടി മെതിച്ച് പ്രാണനെ തിരികെടുത്ത് ആ പ്രാണനെ കർത്താവ് സ്വർഗത്തിലെ അപ്പച്ചനെ മടി കൊണ്ട് വെച്ച് കൊടുക്കണം. അപ്പച്ചനെ പ്രാണക്കുട്ടിയെ കാണാൻ വലിയ കൊതിയാ. പക്ഷെ അത് കടലാനയുടെ വയറ്റിലും പിശാചിന്റെ വയറ്റിലും ഒക്കെ ആയിപ്പോയാൽ എന്തൊരു സങ്കടമായിരിക്കും. അപ്പോൾ അവിടെ പാതാളത്തിൽ പോയിരിക്കുന്ന പ്രാണനെ വിഴുങ്ങിയിരിക്കുന്ന ഭൂതങ്ങളെ പകരം കൊടുത്ത് ചവിട്ടി മെതിച്ച് അതിൽ നിന്ന് തിരികെടുത്ത് ഈ പ്രാണനെ ഓരോന്നിനെയും കൊണ്ട് കർത്താവിന്റെ മടി കൊണ്ട് വെച്ച് കൊടുക്കണം. എല്ലാ ദിവസവും രാത്രി പ്രാണത്തേക്ക് ഒരു പ്രാണനെയെങ്കിലും കൊണ്ട് കൊടുക്കണം. കഴിഞ്ഞ തലമുറക്കാരുടെയും കൊടുക്കണം. ഇങ്ങനെ വീട്ടിൽ ഒത്തിരി കുടിശ്ശി കിടപ്പുണ്ടെന്നേ, കുറേശ്ശെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ചിലപ്പോൾ സന്തോഷമാവും. ആ മടിയിൽ കിട്ടിയിരിക്കുന്ന പ്രാണക്കുട്ടിയെ മോനെ വിളിക്കുന്നേണ്ട നിന്റെ മാറിലോട്ട് വെച്ചേരെ. നമ്മുടെ പ്രാണക്കുട്ടിക്ക് താമസിക്കാൻ പ്രത്യേകം മുറി ആരുടെ അകത്തുണ്ട്? യേശു, ഞാൻ നിനക്ക് വീട് എടുക്കാൻ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ പിതാവിന്റെ മടിയിൽ ചെല്ലുന്ന പ്രാണക്കുട്ടിയെ ആർക്ക് കൊടുക്കും? പുത്രന്റെ കൊടുക്കും. പുത്രൻ അത് സൂക്ഷിച്ചു വെച്ച് കല്യാണത്തിന്റെ അന്ന് വെളിയിൽ കൊണ്ടുവന്ന് മണവാട്ടിയാക്കി മാറ്റും. ഇതാ പ്രോസസ്. ഇങ്ങനെ പാപത്തിൽ മരിച്ച് ഭൂതങ്ങളുടെ കയ്യിലായിപ്പോയ പ്രാണനെ പകരം കൊടുത്ത് വീണ്ടെടുത്ത് രാത്രി പ്രാർത്ഥന നടത്തി പിതാവിന്റെ മടിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമതല കഴിഞ്ഞു. പിതാവ് അതിനെ പുത്രനെ ഏൽപ്പിക്കും. പുത്രൻ സമയമാകുമ്പോൾ കല്യാണത്തിന്റെ അന്ന് മണവാട്ടിയാക്കി അതിനെ മാറ്റിക്കോളും. അത് കൊലോസ്യർ 3 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ്
നമ്മൾ എല്ലാ ദിവസവും ഈ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നഷ്ടപ്പെട്ട പ്രാണനെ മുഴുവൻ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ പ്രാണനെയും കൊണ്ടിയല്ല. അതുകൊണ്ട് നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും ഒറ്റ ദിവസമാണോ? അല്ല. പത്രോസിന്റെ കുടുംബം രക്ഷപ്പെട്ടത് ഒറ്റ ദിവസമാണോ? പയ്യെ പയ്യെ പയ്യെ. പത്രോസ് രക്ഷപ്പെട്ട് വിശ്വാസിയായി കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയ്ക്ക് പണക്കം, ഭാര്യയ്ക്കും പരുവോ, എല്ലാവർക്കും വരും, മക്കൾക്കും ഒക്കെ പരുവമായി. കുറെ കഴിഞ്ഞാണ് ഓരോരുത്തർ കർത്താവ് പിടിച്ചത്. അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പോഴാണ് അമ്മായിയമ്മയെ പിടിച്ചത്. എന്നാ കയ്യെ പോയി പിടിച്ചപ്പോൾ ഇയാൾ ഞാൻ വിചാരിച്ച പോലെ അല്ല, വലിയ സ്നേഹമുള്ള ആളാ, കൊള്ളാം. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണയും സംശയമൊക്കെ മാറാൻ ഒറ്റ ദിവസം കൊണ്ട് പറ്റുകയില്ല. തോമാസ് ഇയാളുടെ സംശയം ഒറ്റയടിക്ക് മാറ്റിയോ? ഉയർത്തെഴുന്നേറ്റ് ഒരാഴ്ച കൂടി അത് നീണ്ടു. പുതിയ ഞായറാഴ്ച വരെ അയാളെ വഴിക്ക് വിട്ടു. എല്ലാത്തിനും കാലത്തെങ്കിലേ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് സമയമെടുക്കും കാര്യം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മുടെ ഒരു ദിവസത്തെ പ്രാണക്കുട്ടിയെങ്കിലും കൊണ്ട് കൊടുക്കണം. 100% കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, അപ്പന്മാരുടെ, വല്യപ്പന്മാരുടെ, വല്യമ്മച്ചിമാരുടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്നതുവരെയും കർത്താവ് ഈ പ്രാണനെ രക്ഷിക്കുന്ന വേല തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെ അതുപോലെ പുതുതാക്കണം, അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് പലതും പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ നമ്മൾ ഈ പറഞ്ഞ കാര്യം അനുസരിച്ച് മനസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സില്ലാഴിക നമുക്കുണ്ട്. കർത്താവ് അടിമനസ് വരെ നോക്കിയതിന്റെ ശേഷമാണ് കേൾവിക്കാരോട് പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. നമ്മൾ സമ്മതിക്കുന്നു. ആ കാര്യം നമുക്കൊന്ന് ഏറ്റു പറയാം. എത്രാം വാക്യം? 39ാമത്തെ വാക്യം. യോഹന്നാൻ 5:39 പറയുന്നത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുത്തെത്തുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനസ്സ് 100% ആയിട്ടില്ല. നമ്മുടെ മനസ്സിൽ അപൂർണത, അടിമനസ് വരെ ഈ വിശ്വാസമൊന്നും ചെയ്യുന്നിട്ടില്ല. ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഐസ് കട്ട പോലെ ഉറഞ്ഞിരിക്കുന്ന അനേക മണ്ഡലങ്ങളുണ്ട്. അവിടെ എല്ലാം ഉരുകി വെള്ളമായി, അവിടെയെല്ലാം രക്തം തളിക്കപ്പെട്ട് അങ്ങനെ നമ്മുടെ പ്രാണൻ 100% യേശുവിൻ്റെ മാറിലെത്തിയാലേ കല്യാണത്തിന് പോക്ക് നടക്കുകയുള്ളൂ. കർത്താവ് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഓരോ ദിവസവും ഇത് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വലിയ മർമ്മങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൂർണ്ണ ശുദ്ധീകരണത്തിന്, പൂർണ്ണ മനസാക്ഷിയുടെ ശുദ്ധീകരണത്തിന് യേശുവെ നിന്റെ രക്തം എത്തിച്ചേരാത്ത ഏതെങ്കിലും മണ്ഡലങ്ങൾ ഇനിയുണ്ടെങ്കിൽ അവിടെയും കൂടെ ശുദ്ധീകരിച്ച് അങ്ങനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്നെ സ്നേഹിക്കുവാൻ, എൻ്റെ മനസ്സിനെ മുഴുവൻ നിന്റെ മനസ്സാക്കുവാൻ, എൻ്റെ മനസ്സും നിന്റെ മനസ്സും ഒരുപോലെയാകാൻ, അങ്ങനെ മനപ്പൊരുത്തം ഉണ്ടാകുവാൻ നീ സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരമായി പോരാടണം. അപ്പം അങ്ങനെ ചെയ്താൽ കഴിഞ്ഞ തലമുറയുടെ ശാപവും തീർന്ന് നമ്മുടെ പ്രശ്നവും തീർന്നാൽ അനുഗ്രഹിക്കപ്പെട്ട പിള്ളേരെ കിട്ടും. ആത്മനിറവുള്ള പിള്ളേർ, ഗർഭത്തിലേ തുള്ളിച്ചാടുന്ന പിള്ളേരെ കിട്ടിയാൽ മതി. എല്ലാ ചുമതലയും തീർന്നു. നമ്മുടെ തന്നെ അവർ പഠിച്ചോളും, തന്നെ വളർന്നോളും, തന്നെ ജോലി കണ്ടെത്തിക്കോളും, തന്നെ ജീവിത പങ്കാളി വന്നു ചേരും, തന്നെ റിട്ടയർ ചെയ്ത് പെൻഷനും വാങ്ങിക്കും. ആർക്കും ശല്യവും കാണുകയില്ല. അങ്ങനത്തെ പിള്ളേർ വേണോ? അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് കല്യാണം നടക്കാവും. ഇത് വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടേ കല്യാണം നടക്കാവും. അപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ കർത്താവ് പറ്റിയ ആളിനെ കൈ കൊണ്ടുതരും. ഇസ്ഹാക്കിന്റെ കല്യാണം എത്രാം വയസ്സിലാണ് നടത്തുന്നറിയാമോ? 40-ാം വയസ്സിലാണ്. 40-ാം വയസ്സിലാണ് ഇസ്ഹാക്കിന്റെ കല്യാണം നടന്നത്. പെണ്ണ് കാണാൻ പോയോ? പോയില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നപ്പോൾ അവളിഞ്ഞ് വരികയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ 40-ാം വയസ്സിൽ കല്യാണം കഴിച്ചപ്പോൾ ബലിപീഠത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന മോനായിരുന്നുകൊണ്ട് കർത്താവ് തന്നെയാണ് കല്യാണത്തിന് ബ്രോക്കറെ വിട്ടത്. ആരാ? എലിയാസാറും ദൂതൻ ആദ്യം പോയി, എലിയാസാർ പുറകെ പോയി. കാര്യം പെട്ടെന്ന് നടന്നു. അതുപോലെ നമുക്ക് മുമ്പായി ദൂതനും എലിയാസാറും പരിശുദ്ധാത്മാവൊക്കെ ജീവിത പങ്കാളിയെ തപ്പിപ്പോയി കൃത്യസമയത്ത് കൊണ്ടുതരാൻ നമ്മുടെ ധ്യാന ജീവിതവും ധ്യാനത്തിന് മുമ്പുള്ളതായ ശുശ്രൂഷകളും പൂർണ്ണമാകണം. പ്രീ മാരിറ്റൽ സർവീസ് ആൻഡ് പ്രീ മാരിറ്റൽ റിട്രീറ്റ് എന്ന് പറഞ്ഞ 2 കാര്യമുണ്ട്. കല്യാണത്തിന് മുമ്പ് ധ്യാനിച്ചു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷകളുണ്ട്. വീട്ടിലും പള്ളിയിലും നാട്ടിലും ഓഫീസുകളിലുമായി നമ്മളുടെ ശുശ്രൂഷ കണ്ടിട്ട് വേണം ഇത് ഇന്നയാളുടെ ജീവിത പങ്കാളിയാണല്ലോ എന്ന് തിരിച്ചറിയാൻ. റിബേക്കയുടെ വെള്ളംകോര് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവൾ തന്നെയാണ് ഇസ്ഹാക്കിന്റെ ഭാര്യ. അതെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷ കാണുമ്പോൾ ഇത് ഇന്ന വീട്ടിലേക്കുള്ള ആളാണല്ലോ എന്ന് തോന്നിയിട്ട് അവിടുന്ന് കല്യാണത്തിന് വരും. ആ ഒരു ബോധത്തോടാണ് പിള്ളേരെ വളർത്തിവിടാൻ. അവർ സ്കൂളിൽ പോകുമ്പോഴേ, കോളേജിൽ പോകുമ്പോഴേ, പള്ളിയിൽ പോകുമ്പോഴേ, ആരാധിക്കുമ്പോഴേ എല്ലാം ഭാവി വരന്റെ ഏജന്റ് ഇവളെ കാണും. അപ്പൊ അവർക്ക്
ആ കാര്യം ബോധ്യമാകണം. ഉടനെ കയ്യെ മോതിരം ഇട്ടെന്നാണ് പറഞ്ഞു, വഴി വെച്ച് തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പ്രീ മാരിറ്റൽ റിട്രീറ്റ് ആൻഡ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ സർവീസ് ഇതെല്ലാം ശരിക്കും നടന്നാൽ മതി. കൃത്യസമയത്ത് ജീവിത പങ്കാളി വന്നു ചേരും, ജീവിത പങ്കാളി അടുത്തേ കൊണ്ടുപോകും, കാര്യം ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ ദൈവം കല്യാണം നടത്തിയാലുള്ള ഗുണരാജ് സാധാരണ കല്യാണം കഴിഞ്ഞാൽ 1 കൊല്ലം അവധിയെടുത്ത് ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കണമെന്നാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതെവിടെ എഴുതിയിരിക്കുന്നത്? ആവർത്തനം 24 4-5 വാക്യങ്ങളുണ്ട്. 1 കൊല്ലം അവധിയെടുത്ത് എല്ലാ ഭാരങ്ങളും വിടുവിച്ച് സന്തോഷിപ്പിക്കാൻ കർത്താവ് വഴിയൊരുക്കും. ഇസ്ഹാക്കിന് സ്പെഷ്യലായിട്ട് അലവൻസ് എന്ന 20 കൊല്ലം കൊടുത്തു. 20 കൊല്ലത്തേക്ക് ഗർഭം അങ്ങ് അടച്ചു കൊടുത്തു. സന്തോഷിച്ചോളാൻ പറഞ്ഞു. ഫാമിലി പ്ലാനിങ് കർത്താവിന് 20 കൊല്ലം കഴിഞ്ഞ് മക്കളുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും അവരങ്ങ് സന്തോഷിച്ചു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങ് കിട്ടിയത് ഇരട്ട. എന്നതാ? അവർ തമ്മിൽ അടി തുടങ്ങി. അതിന്റെ ഇടയിൽ ഇസ്ഹാക്ക് വളർന്നു വന്നു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മാച്ചൻ വഴി വന്ന അശുദ്ധിയാണ് ഈ ബഹളം ഉണ്ടാക്കിയത്. അമ്മാച്ചൻ ആരാ? ആ ലാബാന്റെ വീട്ടിലെ അശുദ്ധികൾ റിബേക്ക വഴി കയറി വന്നതുകൊണ്ടാണ് ഒരുത്തൻ അനുഗ്രഹം വേണ്ടാത്ത ആളായി മാറിയത്. മനസ്സിലായോ? അപ്പൊ ഇനി ഇതും കൂടെ നീട്ടിക്കൊണ്ട് പോകാനൊക്കെയല്ല. ഏതാ 40 വയസ്സ് വരെ ആയി, ഇത്രയൊക്കെ ആയി, ഇനി നീട്ടാനൊക്കെയല്ല. എങ്കിലും അമ്മാച്ചൻ വഴി അസുഖഞ്ഞ്. അപ്പൊ അമ്മാച്ചൻ കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്, കേട്ടിട്ടുണ്ടോ? ചില അമ്മാച്ചന്മാരുടെ സ്വഭാവമായിരിക്കും ചില പിള്ളേർക്ക്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് അപ്പം വഴി വരുന്ന അശുദ്ധികൾ തീരാൻ എത്ര താമസിച്ചാലും അത്രയും നല്ലതാണെന്ന് മനസ്സിലായോ? താമസിക്കുന്നതുകൊണ്ട് വിഷമിക്കണ്ട. അപ്പൻ കാല്, അമ്മ കാല്, വല്യപ്പൻ കാല്, വല്യമ്മ കാല്, അമ്മാച്ചൻ കാല്, അമ്മായി കാല്, ഇങ്ങനെ ഒത്തിരി കാലുകൾ പുറയിലുണ്ട്. ഇതെല്ലാം തീരാതെ കുഞ്ഞുങ്ങളുണ്ടായാൽ ദുസ്വഭാവങ്ങളായിരിക്കും. അതുകൊണ്ട് താമസിക്കുന്നതിന് ആരും വിഷമിക്കേണ്ട. ഈ ലാക്കിനെ പൂർവ്വശാപവും നമ്മുടെ ശാപവും മറ്റുള്ളവരുടെ ശാപവും എല്ലാം മാറി ക്ലീൻ ആയിട്ട് നല്ല പിള്ളേരുണ്ടായാൽ, അനുഗ്രഹിക്കപ്പെട്ട പിള്ളേർ, അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കുന്ന പിള്ളേരായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അതാണ് ദൈവഹിതം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവഹിതപ്രകാരം എല്ലാ കാര്യവും എത്ര താമസിച്ചാലും പേടിക്കണ്ട, അതെല്ലാം നമുക്ക് ഉചിതമായും ചന്തമായും കാര്യം നടന്നോളും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മനസ്സിന്റെ അടിമനസ് വരെ നീ കാണുന്നവനാകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സുബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് വലിയ സമുദ്രം പോലെ കിടക്കുന്നു. ഞങ്ങളുടെ ഈ മനസ്സിന്റെ അടിത്തട്ടിൽ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അനേക ആത്മാക്കളുണ്ടെന്ന് സമ്മതിക്കുന്നു. അത് ആദാമിന്റെ കാലം മുതലുള്ള സ്വയത്തിന്റെയും ജഡത്തിന്റെയും ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവിതത്തിന്റെ പ്രതാപത്തിന്റെയും ഓരോ പ്രവണതകൾ ഞങ്ങളിൽ മറഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ മാറാതെയാണ് ഞങ്ങൾ ജനിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഗർഭത്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് നിന്നെ സ്തുതിക്കാനൊത്തില്ല, നിന്നെ തിരിച്ചറിയാനൊത്തില്ല, ബാല്യത്തിലൊത്തില്ല, യൗവനത്തിലൊത്തില്ല. ഇപ്പോഴാണ് ഇപ്പം ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ രക്തം തളിക്കുവാൻ ഞങ്ങളുടെ സമുദ്രത്തിന്റെ അടിത്തട്ട് വരെ പോകണം. കടലാനയുടെ വയറ്റിൽ കിടന്ന് യോന നിലവിളിച്ചതുപോലെ അയ്യം വിളിക്കണം. ഞങ്ങൾ ആരുടെയും ഏതെങ്കിലും കടലാനയുള്ള വയറ്റിലാണെങ്കിൽ ഞങ്ങളുടെ പ്രാണൻ അവിടെ കിടന്ന് അയ്യം വിളിച്ച് ആ കടലാന ഞങ്ങളെ ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ ദൈവഹിതം ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾക്ക് ഒരുക്കുന്ന കൃപായുഗത്തിന്റെ അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതായ വചനപ്രകാരം ഞങ്ങൾ ശോധന ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇനിയും ശുദ്ധീകരിക്കപ്പെടേണ്ട വശമുണ്ട്. ദൈവമേ, ആ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുന്ന ആ ധ്യാന ജീവിതത്തിൽ ഇനി അപൂർണതകളുണ്ട്. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ച് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ തലമുറക്കാരുടെ പാപങ്ങൾ മാറ്റി ഞങ്ങൾ മുഖാന്തരം കഴിഞ്ഞ തലമുറയും അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ട് അനുഗ്രഹത്തിന്റെ ഭണ്ഡാരമായി മാറുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.